സൽസ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ സംഘടിപ്പിച്ച സമൂഹ വിവാഹം അലങ്കോലമായി. 35 പേരുടെ സമൂഹ വിവാഹമാണ് സംഘടിപ്പിച്ചിരുന്നതെങ്കിലും 8 പേരുടെ സമൂഹ വിവാഹം മാത്രമാണ് നടന്നത്. 27 പേർ സമൂഹ വിവാഹം ബഹിഷ്കരിച്ചു. ഇവരിൽ കുറേയേറെ പേർ വിവാഹ മണ്ഡപത്തിലെത്തി പ്രതിഷേധിച്ചത് സംഘർഷത്തിനും വഴിയൊരുക്കി. സാർ നമ്മളിത് പറഞ്ഞ് വിളിച്ചു വരുത്തിയേക്കണേ. നിങ്ങളുടെ കാര്യങ്ങൾ ഹിയറിംഗ് ഞങ്ങൾ കേട്ടതാണ്. രണ്ടുപേര് കേട്ടു. ഞാൻ രണ്ട് നാൾക്ക് വേണ്ടി നിങ്ങളല്ല വന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ന്യായപരമായ കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ, വേറെ ഇല്ലീഗലായിട്ടുള്ള സാധനമാണ്. നമുക്ക് നമ്മുടെ ന്യായം ഇല്ലാതാക്കുന്നതിന് ന്യായപരമായ കാര്യം ഉണ്ടല്ലോ. ന്യായമുണ്ട്. ഇവർ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ അവർക്ക് ന്യായം വേണ്ടേ? നമുക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലി പോലുമില്ല തിരിച്ചു പോകാനായിട്ട്. പല കാര്യങ്ങൾ കിടക്കൂട്ടി സ്വപ്നം കണ്ടു നമ്മൾ സ്വപ്നം കൊണ്ടുവന്നാണ് ഒരു കുടുംബ സ്വപ്നം കൊണ്ടുവന്നാ. ഇവിടെ വെച്ചെന്നുള്ളതല്ല, അതൊരു ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ചെയ്യിപ്പിക്കാം. സാറേ ഇവിടുന്ന് തിരിച്ചു പോയാൽ വണ്ടിക്കൂലി വേണ്ട സാറേ. ഒരു കാഴ്ച കുടിക്കാൻ പൈസ ഇല്ല. തിരിച്ചു പോയാൽ വണ്ടിക്കൂലി വേണ്ടേ? ചേർത്തല സൽസ്നേഹഭവൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമൂഹ വിവാഹത്തിൽ തർക്കങ്ങളും ബഹളവും. 27 വധൂവരന്മാർ പിൻവാങ്ങി. വേദിയിൽ നടന്ന പ്രക്ഷോഭത്തെ തുടർന്ന് വൻ പോലീസെത്തി സ്ഥിതി ശാന്തമാക്കിയതോടെ 8 ദമ്പതിമാരുടെ വിവാഹം നടത്തി. ഡോക്ടർ ബിജു കൈപ്പാറേടൻ, പ്രസിഡന്റ് AR ബാബു, മറ്റു ഭാരവാഹികളായ K അനിരുദ്ധൻ, സജിത സണ്ണി, അപർണ ഷൈൻകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം നടത്തിയത്. ചേർത്തല വാരനാട് മേഖലയിലെ കൺവെൻഷൻ സെന്ററിലായിരുന്നു സമൂഹ വിവാഹം സംഘടിപ്പിച്ചത്. ഇതര ജില്ലയിൽ നിന്ന് സംഘാടകർ ദമ്പതികളെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഇടുക്കി മുതുകാൻമന്നൻ സമുദായത്തിൽ നിന്നും മാത്രം 22 ദമ്പതികൾ ഉണ്ടായിരുന്നു. താലിമാലയും 2 ലക്ഷം രൂപയും നൽകാമെന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ വിവാഹ വാഗ്ദാനം ചെയ്തതെന്ന് സമുദായ നേതാവ് തങ്കൻ പറഞ്ഞു. ഇവർ 2 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും തരാമെന്ന് പറഞ്ഞാണ് വിവാഹത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ, സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇത്രയും തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓഫർ എന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പം ഞങ്ങൾ 35-40 പേരെടുത്തുണ്ട്. എല്ലാം മന്നാൻ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ, പിന്നെ ST പിള്ളേർ, SC/ST പെട്ട ഒരു 3-4 പിള്ളേരുണ്ട് വേറെ. ഇപ്പോൾ അവർ ഒന്നും തരില്ല. ഒന്നും തരില്ല എന്ന് പറഞ്ഞു. ഒന്നും തരില്ല, വണ്ടിക്കൂലി ഒന്നും തരില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങളൊന്ന് പട്ടിണിയായിരുന്നു ഇവിടെ. ഇത്രയും ആൾക്കാർ വന്ന് 10-60 പേര് വന്നിട്ട് ബാത്റൂമിൽ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, കിടക്കാൻ പായില്ല. ചുമ്മാ തറയിൽ കിടന്നാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നത്. ഇതുപോലെ ഒരു കഷ്ടം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മളാരും പറ്റി ജീവിക്കാറില്ല സാറേ. അതാണ് ശരി. കല്യാണത്തെ ഇനി അവരുടെ കല്യാണം വേണ്ട നമുക്ക്. ഇനിയൊക്കെ അവർ കല്യാണം കഴിച്ചു തന്നെങ്കിൽ ഞങ്ങൾക്ക് ഓഫർ തന്നാൽ തന്നെ എങ്കിൽ ഞങ്ങൾ റെഡി. ഇല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി വിളിച്ച് വരുത്തി വണ്ടി ചിലവ് കാര്യങ്ങളൊക്കെ തന്നാൽ ഞങ്ങൾ പോകും. അല്ലെങ്കിൽ ഞങ്ങൾ ഇവരുടെ കല്യാണം ഇപ്പോൾ മുടക്കും. ഒരു കല്യാണം നടത്താൻ തയ്യാറില്ല. എന്നാൽ വിവാഹ കൗൺസിലിംഗിൽ പോലും പറയാതെ വിവാഹത്തിനെത്തിയപ്പോഴാണ് താലിയും വധൂവരന്മാർക്കുള്ള വസ്ത്രങ്ങളും മാത്രമാണെന്നറിയുന്നത്. പ്രശ്നം രൂക്ഷമായതോടെ ചേർത്തല പോലീസിൽ 22 വധൂവരന്മാർ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ASIയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെങ്കിലും ഒത്തുതീർപ്പായില്ല. വിവാഹത്തിന് മുമ്പ് ആദിവാസി നേതാക്കളും പ്രവർത്തകരും വേദിയിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. പിന്നീട് കൂടുതൽ പോലീസ് എത്തി വേദിയിൽ കയറിയവരെ താഴെയിറക്കി. 65ഓളം പേർ ആദിവാസി വധൂവരന്മാരെ പ്രതിനിധീകരിച്ച ഇടുക്കിയിൽ നിന്നും 2 വാഹനങ്ങളിൽ വന്നിരുന്നു. ഇവർ വന്ന വാഹനങ്ങളുടെ പൈസ പോലും സംഘാടകർ നൽകിയില്ലെന്നാരോപിച്ച് ഓഡിറ്റോറിയം പരിസരത്ത് പ്രതിഷേധം നടത്തിയ ശേഷമാണ് ആദിവാസികൾ മടങ്ങിയത്. സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയ പ്രമുഖർ സംഭവത്തെ തുടർന്ന് ഉടൻ തന്നെ മടങ്ങി. ചേർത്തല DYSPയുടെയും ചുമതല വഹിക്കുന്ന ആലപ്പുഴ DYSP MR മധുബാബുവിൻ്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥിതിഗതികൾ ശാന്തമാക്കി. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 35 പെൺകുട്ടികളുടെ കല്യാണത്തിന് വാക്കുകൊടുത്ത് അവർ വന്ന് ഞങ്ങൾക്ക് സർക്കാരിൻ്റെതായും വാർഡ് മെമ്പറിൻ്റെതായിട്ടുള്ള DTCയും അവരുടെ വാർഡ് മെമ്പറിൻ്റെ കത്തും തന്ന് ചെയ്ത്. ഇതിൽ ആരൊക്കെയോ പറഞ്ഞു 4 ലക്ഷം രൂപയും 5 പവൻ്റെ സ്വർണവും കൊടുക്കാമെന്ന് ഈ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ് വരത്തി. നമ്മൾ ഇതൊന്നും ആരുടെയൊക്കെയൊന്നും പറഞ്ഞില്ല. അവർക്ക് ന്യായമായ രീതിയിൽ അവരുടെ കുടുംബത്ത് ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് വിടുന്നതിനേക്കാൾ ഉപരി
ആ രീതിയിൽ ആ പെൺകുട്ടികളെ നാട്ടുകാരറിയത്ത് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ഇന്നും ബാധ്യസ്ഥരാണ്, എപ്പോഴും ബാധ്യസ്ഥരാണ്. അത് നടക്കാൻ ഇന്ന് തന്നെ ആ കല്യാണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ലതും ചീത്തയും അറിയാൻ പാടില്ലാത്ത കുറേ ആൾക്കാർ സമൂഹത്തുണ്ട്. അവർ വരുത്തിയത് നമ്മൾ ഉത്തരവാദികൾ, ഞങ്ങൾ കൈമലെത്തിയേ ഉള്ളൂ. കാരണം ഈ 1 ലക്ഷം രൂപ 35 പേർക്ക് 35 ലക്ഷം രൂപ ഈ സമൂഹത്തെ എവിടെ നിന്ന് നമ്മൾ പിരിച്ചെടുക്കും? ഞങ്ങളൊക്കെ അതാത് തൊഴിലാളികളാണ്. ഞങ്ങൾ അന്നന്ന് കിട്ടുന്നത് വേതനത്തിൻ്റെ നീക്കിവെച്ചതിൻ്റെ ഭാഗം കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇത്രയും വളർത്തിയത്. 10 വർഷമായി. കള്ളത്തുറവില്ല, ചതുവില്ല, വഞ്ചനയില്ല. ഇപ്പോൾ ഈ നല്ല കാര്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യം കാശാണ്. ഈ നേരിനും നേരുകേടിനെ ആൾക്കാർ കൂട്ടി നിൽക്കുകയുള്ളൂ. ഈ സത്യസന്ധമായി നടത്തുന്ന ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കൂട്ടി നിൽക്കുന്നുണ്ടോ? ഞങ്ങളെ കുറച്ച് പേരെ ഇത് ബലിയാടിയാക്കി ഇവരെല്ലാവരും. മീഡിയ ചേർത്തല.